മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് എന്ന കെമിസ്ട്രി ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. PSC എക്സാമുകൾക്കും RRB ഗ്രൂപ്പ് ഡി പോലുള്ള എക്സാമുകൾക്കും സ്കൂൾ ലെവൽ സ്റ്റുഡൻസിനും എല്ലാവർക്കും ഒരുപോലെ ഉപകാരപ്രദമാകുന്ന ഒരു ക്ലാസ് ആയിരിക്കും ഇത്. ഈ ക്ലാസ്സിൽ നമ്മൾ മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷനും അതുകൂടാതെ പ്രീവിയസ് ഇയറിൽ RRBക്കും PSCക്കും ഇതുമായി റിലേറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും അവയുടെ ആൻസേഴ്സും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. എലമെൻസിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് മെറ്റൽസ്, സെക്കൻഡ് നോൺ മെറ്റൽസ്, തേർഡ് മെറ്റലോയിഡ്സ്. ഫസ്റ്റ് നമുക്ക് മെറ്റൽസിനെ കുറിച്ച് പറയാം. മെറ്റൽസ് എന്ന് പറയുന്നത് എലമെൻസ് ആണ്. എങ്ങനെയുള്ള എലമെൻസിനെയാണ് നമ്മൾ മെറ്റലായി കൺസിഡർ ചെയ്യുന്നത്? അതായത് ഒരു എലമെൻറ്റിനെ മെറ്റലായിട്ട് കൺസിഡർ ചെയ്യണമെങ്കിൽ അവയ്ക്ക് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ടായിരിക്കണം. അതായത് ആ എലമെൻറ്റ്സ് ലസ്റ്റർ പ്രോപ്പർട്ടീസ് ഉണ്ടായിരിക്കണം, ഗുഡ് കണ്ടക്ടേഴ്സ് ആയിരിക്കണം, മാലിയബിലിറ്റി ഉണ്ടായിരിക്കണം, ഡക്റ്റിലിറ്റി ഉണ്ടായിരിക്കണം. ഇത്തരം പ്രോപ്പർട്ടീസുള്ള എലമെൻസിനെയാണ് മെറ്റലായി കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഒരു എലമെൻറ്റിനെ നമ്മൾ മെറ്റലായി കൺസിഡർ ചെയ്യണമെങ്കിൽ അവയ്ക്ക് ലെസ്റ്റർ പ്രോപ്പർട്ടി ഉണ്ടായിരിക്കണം, അതായത് തിളക്കമുണ്ടായിരിക്കണം, ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി ആയിരിക്കണം, അതേപോലെ തന്നെ മാലിയബിലിറ്റി ഉണ്ടായിരിക്കണം, അടിച്ച് പരത്താനായിട്ട് പറ്റണം, പിന്നെ ഡക്റ്റിലിറ്റി ഉണ്ടായിരിക്കണം, വലിച്ച് നീട്ടാനായിട്ട് പറ്റണം. അപ്പോൾ ഇത്തരം പ്രോപ്പർട്ടീസുള്ള എലമെൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെറ്റൽസ് എന്ന് പറയുന്നത്. മെറ്റൽസിന് എക്സാമ്പിളാണ് സിൽവർ, ഗോൾഡ്, കോപ്പർ, അലുമിനിയം, അയൺ തുടങ്ങിയവ. ഇനി നമുക്ക് നോൺ മെറ്റൽസിനെ കുറിച്ച് പറയാം. നോൺ മെറ്റൽസ് എന്ന് പറയുന്നത് എന്തുണ്ടാവില്ല? മെറ്റാലിക് ആയിട്ടുള്ള ആട്രിബ്യൂട്ട്സ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ അത് കുറവായിരിക്കും. അങ്ങനെയുള്ള മെറ്റൽസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നോൺ മെറ്റൽസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ പറഞ്ഞില്ല, മെറ്റൽസിന് ലെസ്റ്റർ പ്രോപ്പർട്ടീസ് ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ മാലിയബിലിറ്റി ഉണ്ടായിരിക്കും, ഡക്റ്റിലിറ്റി ഉണ്ടായിരിക്കും, ഗുഡ് കണ്ടക്ടേഴ്സ് ആയിരിക്കും എന്ന് പറഞ്ഞു അല്ലേ. പക്ഷേ നോൺ മെറ്റൽസ് എന്ന് പറയുന്നതിന് എന്തായിരിക്കും? അത്തരം പ്രോപ്പർട്ടീസൊക്കെ കുറവായിരിക്കും. പിന്നെ ചില എക്സെപ്ഷൻസ് ഉണ്ട്, അത് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നോൺ മെറ്റൽസിന് എക്സാമ്പിളാണ് എന്ത് പറയുന്നത്? സൾഫർ, ഓക്സിജൻ, കാർബൺ, ഹൈഡ്രജൻ, നൈട്രജൻ തുടങ്ങിയവ. ഇനി നമ്മൾ മെറ്റൽസിനും നോൺ മെറ്റൽസിനും അവയ്ക്ക് രണ്ട് തരത്തിലുള്ള പ്രോപ്പർട്ടീസ് ഉണ്ട്. അതായത് ഒന്ന് കെമിക്കൽ പ്രോപ്പർട്ടീസും രണ്ട് ഫിസിക്കൽ പ്രോപ്പർട്ടീസും. കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മെറ്റൽ ഓക്സൈഡ്സ് എന്ന് പറയുന്നത് ബേസിക് ഇൻ നേച്ചറാണ്. നോൺ മെറ്റലിൻ്റെ ഓക്സൈഡ്സ് എന്ന് പറയുന്നത് അസിഡിക് ഇൻ നേച്ചറാണ്. കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മെറ്റൽ ഓക്സൈഡ്സ് എന്ന് പറയുന്നത് ബേസിക് ഇൻ നേച്ചറാണ്. നോൺ മെറ്റലിൻ്റെ ഓക്സൈഡ്സ് എന്ന് പറയുന്നത് അസിഡിക് ഇൻ നേച്ചറാണ്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. അതായത് ഈ RRBയുടെ എക്സാംസിനൊക്കെ ഡയറക്റ്റായിട്ട് ചോദിച്ചിട്ടുണ്ട്, ഓക്സൈഡ്സ് ഓഫ് നോൺ മെറ്റൽസ് ആർ യൂഷ്വലി ഡാഷ് ഇൻ നേച്ചർ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതാണ് അതിൻ്റെ ആൻസർ? അസിഡിക് ഇൻ നേച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി മെറ്റലിൽ എന്താണ്? ഇലക്ട്രോ പോസിറ്റീവാണ്. നോൺ മെറ്റൽ എന്ന് പറയുന്നത് ഇലക്ട്രോ നെഗറ്റീവാണ്. അതായത് മെറ്റൽസിന് ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തുകൊണ്ട് പോസിറ്റീവ് ചാർജ് കിട്ടുന്നു, നോൺ മെറ്റലിനാവുമ്പോൾ ഇലക്ട്രോണിനെ സ്വീകരിച്ചിട്ട് നെഗറ്റീവ് ചാർജാണ് കിട്ടുന്നത്. അപ്പോൾ മെറ്റൽസ് ഇലക്ട്രോ പോസിറ്റീവും നോൺ മെറ്റൽസ് ഇലക്ട്രോ നെഗറ്റീവുമാണ്. പിന്നെ മെറ്റൽസ് എന്ന് പറയുന്നത് റിഡ്യൂസിങ് ഏജൻസ് ആണ്. കാരണം എന്താ? അവയ്ക്ക് എന്തുണ്ടാവും? ഇലക്ട്രോണിനെ നഷ്ടമാവും അല്ലേ? ഒരു റിയാക്ഷനിൽ ഇലക്ട്രോണിനെ നഷ്ടമാവും. അതുകൊണ്ട് തന്നെ മെറ്റൽസ് റിഡ്യൂസിങ് ഏജൻ്റാണ്. അതേസമയം നോൺ മെറ്റൽസോ എന്താണ്? ഓക്സിഡൈസിങ് ഏജൻ്റാണ്. അതായത് അവ എന്താ ചെയ്യണത്? ഇലക്ട്രോൺസിനെ എന്താണ് ചെയ്യുന്നത്? ഗെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്തതെന്ന് പറയുന്നത് മെറ്റൽസ് ഇലക്ട്രോവാലൻ്റ് അല്ലെങ്കിൽ അയോണിക് ബോണ്ട്സാണ് ഫോം ചെയ്യുന്നത്. അതായത് അവയ്ക്ക് എന്തിനുള്ള ടെൻഡൻസിയാണുള്ളത്? ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസിയാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായിരിക്കും? ഇത് അവിടെ ട്രാൻസ്ഫറാണ്, ഇലക്ട്രോൺസിൻ്റെ ഒരു ട്രാൻസ്ഫറാണ്, ആറ്റംസിൻ്റെ ഇടയിലുള്ള ഇലക്ട്രോൺസിൻ്റെ ട്രാൻസ്ഫറാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഇലക്ട്രോവാലൻ്റ് അല്ലെങ്കിൽ അയോണിക് ബോണ്ട്സാണ് ഫോം ചെയ്യുന്നത്.
അതേസമയം നോൺ മെറ്റൽസിൻ്റെ കേസിൽ കോവാലൻ്റ് ബോണ്ട്സാണ് ഫോം ചെയ്യുന്നത്. കാരണം അവിടെ എന്താ ഇലക്ട്രോൺസിൻ്റെ ഷെയറിംഗ് ആണ് നടക്കുന്നത്, ട്രാൻസ്ഫർ അല്ല നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ എന്താണ് കോവാലൻ്റ് ബോണ്ടാണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ മെറ്റൽസിൻ്റെ കേസിൽ ഇലക്ട്രോവാലൻ്റ് അല്ലെങ്കിൽ അയോണിക് ബോണ്ട്സും നോൺ മെറ്റലിൻ്റെ കേസിൽ കോവാലൻ്റ് ബോണ്ട്സുമാണ് ഫോം ചെയ്യുന്നത്. ഇനി മെറ്റൽസ് എന്ന് പറയുന്നത് എന്തായിട്ട് റിയാക്ട് ചെയ്യും? വാട്ടറായിട്ട് റിയാക്ട് ചെയ്യും. ബട്ട് എന്താ നമ്മുടെ നോൺ മെറ്റൽസ് എന്ന് പറയുന്നത് വാട്ടറായിട്ട് റിയാക്ട് ചെയ്യില്ല. പക്ഷേ അതിൻ്റെ ഓക്സൈഡ്സ് എന്ന് പറയുന്നത് വാട്ടറായിട്ട് റിയാക്ട് ചെയ്യും. അപ്പോൾ മെറ്റൽസ് എന്ന് പറയുന്നത് വാട്ടറായിട്ട് റിയാക്ട് ചെയ്യും. നോൺ മെറ്റൽസ് എന്ന് പറയുന്നത് പൊതുവെ വാട്ടറായിട്ട് റിയാക്ട് ചെയ്യില്ല. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് ആണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ്. മെറ്റൽസിന് എന്ത് പ്രോപ്പർട്ടീസ് ഉണ്ടായിരിക്കും? ലെസ്ട്രസ് പ്രോപ്പർട്ടീസ് ഉണ്ടായിരിക്കും, അതായത് അവയ്ക്ക് തിളക്കമുണ്ടായിരിക്കും. നോൺ മെറ്റൽസിന് എന്ത് പ്രോപ്പർട്ടി ഉണ്ടാവില്ല? ലെസ്ട്രസ് പ്രോപ്പർട്ടി ഉണ്ടാവില്ല. അതായത് അവയ്ക്ക് നോൺ മെറ്റൽസിന് തിളക്കം ഉണ്ടാവില്ല. മെറ്റൽസ് മാലിയബിളാണ്, അതായത് അവയെ നമുക്ക് അടിച്ച് പരത്താനായിട്ട് പറ്റും. അതിനൊരു എക്സാമ്പിളാണ് എന്ത് പറയുന്നത്? മാലിയബിലിറ്റി ഉള്ള ഒരു മെറ്റലിന് എക്സാമ്പിളാണ് എന്ത് പറയുന്നത്? ഗോൾഡ് എന്ന് പറയുന്നത് അല്ലേ. നോൺ മെറ്റൽ എന്തായിരിക്കും? നോൺ മാലിയബിൾ ആയിരിക്കും, അവയെ നമുക്ക് അടിച്ച് പരത്താനായിട്ട് സാധിക്കില്ല. മെറ്റൽസ് ഡക്റ്റൈലായിരിക്കും, അതായത് അവയെ നമുക്ക് വയറ് പോലെ നീട്ടാനായിട്ട് സാധിക്കും. മെറ്റൽസ് ഡക്റ്റിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, നോൺ മെറ്റൽസിന് ഡക്റ്റിലിറ്റി ഉണ്ടാവില്ല. മെറ്റൽസിന് എന്ത് പ്രോപ്പർട്ടീസ് ഉണ്ട്? സോണറസ് പ്രോപ്പർട്ടി ഉണ്ട് അല്ലേ. അതായത് സോണറസ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താ? സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എന്താ പറയുന്നത്, ബെല്ലടിക്കുമ്പോൾ സൗണ്ട് ഉണ്ടാവുന്നത്. അതേപോലെ തന്നെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിൽ ഒക്കെ നമുക്ക് സ്റ്റീൽ ഡ്രംസിൽ അങ്ങനെയുള്ള മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിലൊക്കെ നമ്മൾ എന്ത് പ്രോപ്പർട്ടീസാണ് യൂസ് ചെയ്യുന്നത്? മെറ്റലിൻ്റെ സോണറസ് പ്രോപ്പർട്ടിയാണ് യൂസ് ചെയ്യുന്നത്. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളൊരു ഏരിയയാണ്. ഇനി നോൺ മെറ്റൽസ് എന്ന് പറയുന്നത് നോൺ സോണറസ് ആണ്, അവയ്ക്ക് എന്തുണ്ടാവില്ല? സൗണ്ട് ഉണ്ടാവില്ല, സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവില്ല. ഇനി മെറ്റൽസ് എന്ന് പറയുന്നത് പൊതുവേ ഹാർഡായിരിക്കും, നോൺ മെറ്റൽസ് എന്ന് പറയുന്നത് പൊതുവേ സോഫ്റ്റ് ആയിരിക്കും. മെറ്റൽസ് എന്ന് പറയുന്നത് ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി ആയിരിക്കും, നോൺ മെറ്റൽസ് എന്ന് പറയുന്നത് ബാഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി ആയിരിക്കും. മെറ്റൽസിന് എന്ത് കൂടുതലായിരിക്കും? ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് മെറ്റൽസിന് എന്തായിരിക്കും? കൂടുതലായിരിക്കും അല്ലേ. കാരണം എന്താ? അവയുടെ മോളിക്യൂൾസ് തമ്മിലുള്ള ഹൈ അട്രാക്ഷൻ കാരണം അവയ്ക്ക് എന്ത് കൂടുതലായിരിക്കും? ടെൻസൈൽ സ്ട്രെങ്ത് കൂടുതലായിരിക്കും. നോൺ മെറ്റൽസിന് എന്ത് കുറവായിരിക്കും? ടെൻസൈൽ സ്ട്രെങ്ത് കുറവായിരിക്കും. മെറ്റൽസ് പൊതുവേ ഏത് സ്റ്റേറ്റിലാണ് കാണപ്പെടുന്നത്? സോളിഡ് സ്റ്റേറ്റിലാണ് കാണപ്പെടുന്നത്. നോൺ മെറ്റൽസ് പൊതുവേ ഏത് സ്റ്റേറ്റിലാണ് കാണപ്പെടുന്നത്? സോളിഡ് സ്റ്റേറ്റിലും ഗേഷ്യസ് സ്റ്റേറ്റിലുമാണ് പൊതുവേ നോൺ മെറ്റൽസ് കാണപ്പെടുന്നത്. ഇനി മെറ്റൽസ് പൊതുവേ സോളിഡ് സ്റ്റേറ്റിലാണെങ്കിലും മെർക്കുറി എന്ന് പറയുന്ന മെറ്റൽ കാണപ്പെടുന്നത് ലിക്വിഡ് സ്റ്റേറ്റിലാണ്. അപ്പോൾ ലിക്വിഡ് സ്റ്റേറ്റിലുള്ള മെറ്റലാണ് എന്ത് പറയുന്നത്? മെർക്കുറി എന്ന് പറയുന്നത്. നോൺ മെറ്റൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ കാണപ്പെടുന്നത് സോളിഡ് സ്റ്റേറ്റിൽ അല്ലെങ്കിൽ ഗേഷ്യസ് സ്റ്റേറ്റിലായിരിക്കും. പക്ഷേ ലിക്വിഡ് സ്റ്റേറ്റിലൊരു നോൺ മെറ്റലും ഉണ്ട്, അതാണ് എന്ത് പറയുന്നത്? ബ്രോമിൻ എന്ന് പറയുന്നത്. ഇനി മെറ്റൽസിൻ്റെ ഡെൻസിറ്റി പൊതുവെ എന്തായിരിക്കും? ഹൈ ആയിരിക്കും. നോൺ മെറ്റൽസിൻ്റെ ഡെൻസിറ്റി പൊതുവെ എന്തായിരിക്കും? ലോ ആയിരിക്കും. മെറ്റൽസിന് മെൽറ്റിംഗ് പോയിൻറ്റും ബോയിലിംഗ് പോയിൻറ്റും പൊതുവെ ഹൈ ആയിരിക്കും. അതേസമയം നോൺ മെറ്റൽസിന് മെൽറ്റിംഗ് പോയിൻറ്റും ബോയിലിംഗ് പോയിൻറ്റും ലോ ആയിരിക്കും. ഇനി നമ്മളൊരു ടോപ്പിക്കും കൂടി ഡിസ്കസ് ചെയ്യാണ്ട് അല്ലേ. അതാണ് എന്ത് പറയുന്നത്? മെറ്റലോയിഡ്. അതായത് എലമെൻസിനെ നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, മെറ്റൽസും നോൺ മെറ്റൽസും മെറ്റലോയിഡും. ആ മെറ്റലോയിഡിനെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. മെറ്റലോയിഡ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അവയ്ക്ക് മെറ്റൽസിൻ്റെ പ്രോപ്പർട്ടീസ് ഉണ്ടായിരിക്കും, നോൺ മെറ്റൽസിൻ്റെ പ്രോപ്പർട്ടീസ് ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള എലമെൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെറ്റലോയിഡ്സ് എന്ന് പറയുന്നത്. മെറ്റലോയിഡ്സിന് എക്സാമ്പിളാണ് എന്ത് പറയുന്നത്? സിലിക്കൺ, ജെർമേനിയം, ബോറോൺ, ആൻറ്റിമണി തുടങ്ങിയവ. ഇനി നമുക്ക് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ഡിസ്കസ് ചെയ്യാം. അതായത് RRBക്കും PSCക്കും ഒക്കെ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും മെറ്റൽ ആൻഡ് നോൺ മെറ്റലായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ലിക്വിഡ് സ്റ്റേറ്റിലുള്ള മെറ്റലാണ് എന്ത് പറയുന്നത്? മെർക്കുറി. അപ്പോൾ വിച്ച് മെറ്റൽ എക്സിസ്റ്റ് ലിക്വിഡ് അറ്റ് റൂം ടെമ്പറേച്ചർ എന്ന് ചോദിച്ചാൽ മെർക്കുറി. പൊതുവെ മെറ്റൽസ് ഏത് സ്റ്റേറ്റിലാണ് കാണപ്പെടുന്നത്? സോളിഡ് സ്റ്റേറ്റിലാണ് അല്ലേ. പക്ഷേ മെർക്കുറി എന്ന് പറയുന്ന മെറ്റൽ കാണപ്പെടുന്നത് ലിക്വിഡ് സ്റ്റേറ്റിലാണ്. അപ്പോൾ വിച്ച് മെറ്റൽ എക്സിസ്റ്റ് ലിക്വിഡ് അറ്റ് റൂം ടെമ്പറേച്ചർ എന്ന് ചോദിച്ചാൽ മെർക്കുറി.
വിച്ച് നോൺ മെറ്റൽ എക്സിസ്റ്റ് ലിക്വിഡ് അറ്റ് റൂം ടെമ്പറേച്ചർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രോമിൻ. നോൺ മെറ്റൽസ് പൊതുവെ ഏതൊക്കെ സ്റ്റേറ്റിലാണ് കാണപ്പെടുന്നത്? സോളിഡ് സ്റ്റേറ്റിലും ഗേഷ്യസ് സ്റ്റേറ്റിലുമാണ് കാണപ്പെടുന്നത്. പക്ഷേ ലിക്വിഡ് സ്റ്റേറ്റിൽ കാണപ്പെടുന്ന ഒരു നോൺ മെറ്റലുണ്ട്, അതാണ് ബ്രോമിൻ എന്ന് പറയുന്നത്. പിന്നെ മെറ്റൽസിനാണ് പൊതുവെ ലെസ്റ്റർ പ്രോപ്പർട്ടീസ് ഉള്ളത് അല്ലേ, തിളക്കമുള്ളത്. പക്ഷേ ലെസ്റ്റർ പ്രോപ്പർട്ടി ഉള്ള ഒരു നോൺ മെറ്റൽ ഉണ്ട്, അതിൻ്റെ പേരാണ് അയഡിൻ എന്ന് പറയുന്നത്. ഇനി മെറ്റൽസ് പൊതുവെ ഹീറ്റിൻ്റെയും ഇലക്ട്രിസിറ്റിയുടെ ഗുഡ് കണ്ടക്ടേഴ്സ് ആയിരിക്കും അല്ലേ. പക്ഷേ ലെഡ് എന്ന് പറയുന്നത് ഒരു പുവർ കണ്ടക്ടറാണ്. പുവർ കണ്ടക്ടറായിട്ടുള്ള ഹീറ്റിൻ്റെ ഒരു പ്യുവർ കണ്ടക്ടറായിട്ടുള്ള ഒരു എലമെൻ്റാണ്, മെറ്റലാണ് എന്ത് പറയുന്നത്, ലെഡ് എന്ന് പറയുന്നത്. അപ്പോൾ പ്യുവറസ്റ്റ് കണ്ടക്ടർ ഓഫ് ഹീറ്റ് എമംഗ് മെറ്റൽ ഈസ് ലെഡ്. ഇനി വിച്ച് പ്രോപ്പർട്ടി ഓഫ് മെറ്റൽസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് സൗണ്ട്? ഏതാണ്? സൊണറസ് പ്രോപ്പർട്ടി അല്ലേ. സൗണ്ട് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെറ്റലിൻ്റെ പ്രോപ്പർട്ടിയാണ് എന്ത് പറയുന്നത്, സൊണറസ് പ്രോപ്പർട്ടി. ഇനി ഓക്സൈഡ്സ് ഓഫ് നോൺ മെറ്റൽസ് ആർ യൂഷ്വലി ഡാഷ് എന്ന് ചോദിച്ചാൽ അസഡിക്. ഓക്സൈഡ്സ് ഓഫ് മെറ്റൽസോ ബേസിക് ആണ്. ഇനി ഗാൽവനൈസേഷൻ എന്ന് പറഞ്ഞൊരു മെത്തേഡും കൂടി ഉണ്ട്. അതെന്തിനാ? അയണിന് റസ്റ്റിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സിങ്ക് കോട്ടിംഗ് പ്രൊവൈഡ് ചെയ്യും. അതിനാണ് എന്ത് പറയുന്നത്, ഗാൽവനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതും ചിലപ്പോൾ വൺ വേർഡായിട്ട് ചോദിക്കാം. വിച്ച് ഈസ് ദ മെത്തേഡ് ഓഫ് പ്രൊട്ടക്റ്റിംഗ് അയൺ ഫ്രം റസ്റ്റിംഗ് ബൈ കോട്ടിംഗ് വിത്ത് എ തിൻ ലെയർ ഓഫ് സിങ്ക്? അതിന് ആൻസറാണ് എന്ത് പറയുന്നത്, ഗാൽവനൈസേഷൻ. ഇപ്പോൾ ഒരുവിധം മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇത് നിങ്ങൾക്ക് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ഉപകാരപ്രദമാകുമെന്ന് കരുതുന്നു. അങ്ങനെ നിങ്ങൾക്കിത് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് ഈ ചാനൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി.